മെക്ക ഓഫ് ക്രിക്കറ്റ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ സംസാരിച്ചു വരുന്നത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ്. ലോകത്തിലെ ബാക്കി എല്ലാ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു ചെറിയ പ്രത്യേകത, ചെറുതല്ല അത്യാവശ്യം വലിയൊരു പ്രത്യേകത തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസ് സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ അവസാനം ലോർഡ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു സാഡ് ഫാക്റ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലോകത്തിലെ ഏതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഗ്രൗണ്ടും പിച്ചും ഒരേ ലെവലിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ലോർഡ്സിൽ അങ്ങനെയല്ല. ലോർഡ്സിൽ ഈ ഗ്രൗണ്ടിനും പിച്ചിനും ചെറിയൊരു സ്ലോപ്പ്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിന് രണ്ട് എൻഡ്സ് ആണുള്ളത്, പവലിയൻ എൻഡും നഴ്സറി എൻഡും. പവലിയൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാനേ പറ്റില്ല. പണ്ട് നമ്മുടെ ദാദ സൗരവ് ഗാംഗുലി ജേഴ്സി ഒരു സെലിബ്രേറ്റ് ചെയ്ത സ്ഥലമുണ്ട്, അത് പവലിയൻ എൻഡിലെ ബാൽക്കണി. ആ പവലിയൻ നിൽക്കുന്ന സ്ഥലമാണ് പവലിയൻ എൻഡ്. പിന്നെ നഴ്സറി എൻഡ്. നഴ്സറി എൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹരമായ ഒരു കണ്ണാടിക്കൂട് പോലെയുള്ള ഒരു പ്രസ് ബോക്സ് പല ഇമേജസിലും ലോഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നിൽക്കുന്ന സ്ഥലമാണ് നഴ്സറി എൻഡ്. ഞാൻ ഇത് പറഞ്ഞു വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവലിയൻ എൻഡ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഈ ലെഫ്റ്റിലുള്ള ഗ്രൗണ്ട് ലെവലിനേക്കാളും റൈറ്റ് എൻഡില് അതിന് ലോവസ്റ്റ് പോയിന്റിൽ 2.5 മീറ്റർ ബിലോയിലാണ് ഗ്രൗണ്ട് ലെവൽ. സോ ഇവിടെ നിന്ന് ഒരു ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്തുകൊണ്ട് ഒരു 2.5 മീറ്റർ വരെ ഹൈറ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫേമസ് ലോഡ് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെങ്ങനെ പ്ലേയിങ് കണ്ടീഷൻ എഫക്ട് ചെയ്യാൻ നോക്കാം. ബോളേഴ്സിനാണ് ശരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. സപ്പോസ് ഞാൻ പവലിയൻ എൻഡ് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് സങ്കല്പിക്കാം. സോ സ്ലോപ്പ് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ബോളിന് എപ്പോഴും ടെൻഡൻസി ടുവേർഡ്സ് സ്ലോപ്പ് മൂവ് ചെയ്യാനായിരിക്കും. സോ റൈറ്റ് ഹാൻഡഡ് ബാറ്ററാണ് നിൽക്കുന്നതെങ്കിൽ ബോള് ടുവേർഡ്സ് ദ ബാറ്റർ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഇൻ സ്വിങ്ങിങ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ നഴ്സറി എൻഡ് ബോൾ ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് ഹാൻഡഡ് ബാറ്റർ ആണെങ്കിൽ അവർക്ക് എവേ ഫ്രം ദ ബാറ്റർ അല്ലെങ്കിൽ ഔട്ട് സ്വിങ് ആയിരിക്കും വരുന്നത്. ഇത് ബോളറെ സ്കില്ലിനെയും ഇതിന്റെ ബാക്കി ഘടകങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ബോളർമാർക്ക് അങ്ങനെ ചെയ്യാൻ എളുപ്പമായിരിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ സാർ. ലോകത്തിലെ ഐക്കോണിക്കായ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ട് ആ ഗ്രൗണ്ടും പിച്ചും ഒന്നും അവർക്ക് ലെവൽ ചെയ്തു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ലെവൽ ചെയ്ത് സെറ്റാക്കി എടുക്കണമെങ്കിൽ, പിച്ചൊക്കെ സെറ്റായി വരണമെങ്കിൽ ഏതാണ്ട് ഒരു 5 കൊല്ലത്തോളം എടുക്കും. ആ സമയത്ത് അവിടെ ഒരു കളി നടക്കും. സോ അത് അവരങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് അൺപ്ലേബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് ഒന്നും അല്ല. പല കളിക്കാരും സെഞ്ചുറി, ഈവൻ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ്. സ്കില്ല്, ടെക്നിക്ക്, പിന്നെ കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അടിച്ചു കയറി വരാമെന്നർത്ഥം. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സാഡ് ഫാക്ട്, ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരു ഓണേഴ്സ് ബോർഡ്. ബാറ്റേഴ്സ് 100s കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ബോളേഴ്സ് 5ers അല്ലെങ്കിൽ 10ers കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവരുടെ പേര് ആലേഖനം ചെയ്യുന്ന ഒരു ബോർഡാണ്. സോ ആ ബോർഡിൽ ക്രിക്കറ്റിന്റെ ദൈവമായ സച്ചിൻ തെണ്ടുൽക്കറുടെ പേരില്ല. ക്രിക്കറ്റിന്റെ മക്കയിൽ ക്രിക്കറ്റിന്റെ ദൈവത്തിന്റെ പേരില്ലാത്ത ഒരു ഓണേഴ്സ് ബോർഡ് എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഫാൻസിലുപരി ക്രിക്കറ്റിനുള്ള ഒരു നഷ്ടം പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്പോർട്സ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ.